ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വിചാരിച്ചു. ഞാനൊരു 2 ഇയേഴ്സ് മുമ്പൊക്കെ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും അത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, കുറേ മെയിൽസ് വരലുണ്ട് ഈ കോൺട്രാക്ട് പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. ഗായ്സ്, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, കോൺട്രാക്ട് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കമ്പനി ഒരു A4 സൈസ് പേപ്പറിൽ ആ കമ്പനിയുടെ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോൾ കമ്പനിക്ക് ചെയ്യാം, നിങ്ങളുടെ ഏജൻറ്റിന് ചെയ്യാം, ഈവൻ നിങ്ങൾക്കും ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ ജെനുവിനിറ്റി ഒന്നും നോക്കാനില്ല. ഒരു കോൺട്രാക്ട് പേപ്പർ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മേ ബി ആ കമ്പനിയുടേതാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഏജൻസിനെ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്ക് ഉണ്ടാക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് കോൺട്രാക്ട് പേപ്പർ ചെക്ക് ചെയ്യാൻ പറ്റില്ല ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൂടെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ ഡയറക്റ്റ് മെയിൽ ചെയ്യുക. ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ ബോധിപ്പിച്ചുകൊണ്ട് വളരെ അട്രാക്റ്റീവായും അതുപോലെ തന്നെ പ്ലീസിങ്ങോട് കൂടിയും ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ 90% കമ്പനീസിൽ നിന്നും റിപ്ലൈ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ കോൺട്രാക്ട് പേപ്പർ നമ്മുടെ PCC, പാസ്പോർട്ട്, പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം വർക്കിംഗ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ആ കോൺട്രാക്ട് പേപ്പർ യൂസ് ചെയ്ത് വേണം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വർക്ക് കോൺട്രാക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് വർക്ക് പെർമിറ്റ്. ഈ ഒരു കാര്യം പലരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് വർക്ക് പെർമിറ്റിൻ്റെ ആക്ച്വൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ വിസ എന്താണ്, വർക്ക് പെർമിറ്റ് എന്താണ്, അതിൻ്റെ ഒരു വ്യത്യാസം പലർക്കും ഇപ്പോഴും അറിയില്ല. നമ്മുടെ വിസ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ രാജ്യത്തേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു 45 days ആണ് വാലിഡിറ്റി എന്ന് തോന്നുന്നു. സോ അങ്ങനെ കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമാണ് നമ്മുടെ ഈ വിസ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വാലിഡുള്ള വിസ ഉണ്ട്, നിങ്ങളിവിടെ വന്ന് ഇറങ്ങിയാൽ പോലും ഇമിഗ്രേഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഇപ്പോഴും ആക്റ്റീവ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഇങ്ങോട്ടേക്ക് അലോ ചെയ്യില്ല. അങ്ങനെയുള്ള കേസിൽ തിരിച്ച് നാട്ടിലേക്ക് അയക്കാറാണ് മോസ്റ്റ്ലിയും ചെയ്യുക. പലർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതായത് VFS സബ്മിറ്റ് ചെയ്യുമ്പം വർക്ക് പെർമിറ്റ് ആക്റ്റീവ് ആയിരിക്കും. VFSന് ശേഷം വിസ അടിച്ചതിന് ശേഷം ആ വർക്ക് പെർമിറ്റ് ക്യാൻസലായി പോയിട്ടുള്ള പലരും ഉണ്ട്, എക്സ്പയർ ആയി പോയിട്ടുള്ളവരുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ ഇമിഗ്രേഷൻ്റെ ഭാഗത്തുനിന്ന് അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരിക്കലും അവർ എൻട്രി അടിച്ചു തരില്ല. സോ എന്താണ് വർക്ക് കോൺട്രാക്റ്റ്, എന്താണ് വർക്ക് പെർമിറ്റ്, എന്താണ് നമ്മുടെ ആ എൻട്രി വിസ തുടങ്ങിയ ഈ 3 ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അറിവോടുകൂടി നിങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഏജൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞു തരുമ്പം അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കാനൊന്ന് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മളൊരു കമ്പനിയിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് അയച്ചു തരുന്ന കോൺട്രാക്ട് പേപ്പർ നമ്മൾ സൈൻ ചെയ്ത് തിരിച്ച് അവർക്ക് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പറയപ്പെടുന്ന ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടി വെച്ച് കൊണ്ടിട്ടാണ് അവർ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ കമ്പനിയും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വർക്ക് പെർമിറ്റ് അടിച്ചു വരുന്ന ആ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് പെർമിറ്റ് സാങ്ഷൻ ആയിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ആൾ പോയി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പെർമിറ്റിൻ്റെ കോപ്പി അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുക. ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ ഇതിന് മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.